നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ ഞെട്ടിച്ച് എസ്. ശ്രീജിത്ത് IPS. ഏകപക്ഷീയമായ മന്ത്രിയുടെ നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന സന്ദേശം നൽകുകയാണ് ഗതാഗത കമ്മീഷണർ കൂടിയായ ശ്രീജിത്ത് IPS. സെക്രട്ടേറിയറ്റിലും സിവിൽ സർവീസുകാർക്കിടയിലും ചർച്ചയായി മാറുകയാണ് ശ്രീജിത്തിന്റെ ഇടപെടൽ. മന്ത്രിയായാലും അധികാരപരിധി വിട്ടാൽ പ്രതികരിക്കുമെന്ന സൂചനയാണ് ശ്രീജിത്ത് നൽകുന്നത്. മന്ത്രിയുമായുള്ള ഭിന്നതയിൽ KSRTC CMDയും ഗതാഗത സെക്രട്ടറിയുമായ ബിജു പ്രഭാകർ തോൽവി സമ്മതിച്ചിരുന്നു. രണ്ട് ചുമതലയിൽ നിന്നും ഒഴിയാനാണ് ബിജു പ്രഭാകറിന്റെ തീരുമാനം. സർക്കാരിന് കത്തും നൽകി, അവധിയും എടുത്തു. ഇതിനുശേഷമാണ് അടുത്ത ലക്ഷ്യം ഗതാഗത കമ്മീഷണറായ ACDP റാങ്കിലുള്ള ശ്രീജിത്താണെന്ന സന്ദേശം മന്ത്രിയിൽ നിന്നും ഉണ്ടായത്. ഇന്നലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണർ ശ്രീജിത്തിനെ മന്ത്രി പരസ്യമായി ശാസിച്ചു. മറുപടി പറയാൻ അനുമതി നൽകിയതുമില്ല. ഇത് വിശദീകരിക്കാനായി പിന്നീട് മന്ത്രിയുടെ ചാമ്പറിലെത്തിയപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശകാരിക്കാൻ മുതിർന്നപ്പോൾ ഗതാഗത കമ്മീഷണർ അതേ ഭാഷയിൽ തിരിച്ചു പ്രതികരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. നേരത്തെ പല അവലോകന യോഗത്തിലും ഗണേഷിനൊപ്പം ശ്രീജിത്തും പങ്കെടുത്തിരുന്നു. അന്ന് മന്ത്രിയുടെ പല ഇടപെടലുകളിലും സമചിത്തതയോടെയാണ് ശ്രീജിത്ത് പ്രതികരിച്ചത്. എന്നാൽ മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ശ്രീജിത്തിനേറെ മാനസിക വേദനയുണ്ടായി. വിശദീകരിക്കാൻ പോലും അനുവദിക്കാത്ത വിമർശനം പരിധി വിട്ടതാണെന്ന് വിലയിരുത്തി. ഇതുകൊണ്ടുകൂടിയാണ് മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത്. കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ മന്ത്രി നിലപാടുകളിൽ മാറ്റം വരുത്തിയില്ല. ഇതോടെയാണ് തർക്കം പുതിയ തലത്തിലെത്തിയത്. ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ വാക്കുതർക്കം 5 മിനിറ്റോളം നീണ്ടു. പ്രതിഷേധിച്ച് മന്ത്രിയുടെ മേശപ്പുറത്ത് ശക്തമായി അടിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശ്രീജിത്തിനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. 2023 തുടങ്ങുമെന്ന് പല ഉറപ്പുകളും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. നിലവിലുള്ള 6231 ഡ്രൈവിംഗ് സ്കൂളുകളെയും ഇത് ബാധിക്കുമെന്നതിനാൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവർ മൂലധനമിറക്കി കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാമെന്നതായിരുന്നു ഗതാഗത വകുപ്പിന്റെ അന്നത്തെ നിർദ്ദേശം. എന്നാൽ അത് സർക്കാരിന്റെ ബാധ്യതയാകുമെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ ആർക്കും വരാവുന്ന രീതിയിൽ കരാർ വിളിക്കുന്നതാണ് നല്ലതെന്നും അന്നത്തെ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു. ഇതിൽ ഇപ്പോഴും തീരുമാനമായില്ല. ഇത് സംബന്ധിച്ച് ഉത്തരവുണ്ടായോ എന്ന് യോഗത്തിൽ മന്ത്രി ചോദിച്ചു. ഇല്ല എന്ന് കമ്മീഷണർ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മന്ത്രി ക്ഷുഭിതനായി. അതിനുശേഷം ശ്രീജിത്തിനെതിരെ കടന്നാക്രമണമായി. യഥാർത്ഥത്തിൽ സർക്കാർ തീരുമാനം വൈകുന്നതായിരുന്നു ഇതിനെല്ലാം കാരണം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് ക്ഷമ പറഞ്ഞ മന്ത്രി ഉദ്യോഗസ്ഥരും ഗതാഗത കമ്മീഷണറും തന്നെ വഞ്ചിച്ചുവെന്ന് മൈക്കിലൂടെ പറഞ്ഞു. ഇതെല്ലാ പരിധിയും വിട്ടായിരുന്നുവെന്ന വിലയിരുത്തലിൽ ശ്രീജിത്ത് എത്തി. യോഗം കഴിഞ്ഞ് കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായത്. തന്റെ ഭാഗം കൃത്യമായി തന്നെ ശ്രീജിത്ത് വിശദീകരിക്കുകയും ചെയ്തു. ആന്റണി രാജു ആയിരുന്നു പിണറായിയുടെ 2ാം മന്ത്രിസഭയുടെ തുടക്കത്തിൽ ഗതാഗത മന്ത്രി. ഇടതുമുന്നണിയിലെ ധാരണ അനുസരിച്ച് 2ാം പാദത്തിൽ ഗണേഷ് മന്ത്രിയായി. ഇതോടെ ആന്റണി രാജുവിന്റെ കാലത്തെ തീരുമാനമെല്ലാം മാറ്റാനാണ് ഗണേഷിന്റെ നീക്കം. KSRTCയിൽ ഇലക്ട്രിക് ബസ്സുമായ തർക്കമാണ് ബിജു പ്രഭാകറുമായുള്ള മന്ത്രിയുടെ ആശയവിനിമയത്തിന് കാരണം. ഗതാഗത കമ്മീഷണറേറ്റുമായി ബന്ധപ്പെടും നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിയും കമ്മീഷണറും തമ്മിലെ ഭിന്നത ചർച്ചകളിലെത്തുന്നത്. ബിജു പ്രഭാകറും മന്ത്രിയും തമ്മിലുള്ള പ്രശ്നം മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ തലവേദനയാണ്. അതിനിടെയാണ് ഇതേ വകുപ്പിൽ മറ്റൊരു ഭിന്നതയും എത്തുന്നത്.